ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ മോദിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തി അമിത്ഷയാണ്. അതുകൊണ്ടാണ് മോദിയുടെ ഓരോ വളർച്ചയിലും അദ്ദേഹം അമിത്ഷാക്ക് കൂടുതൽ അധികാര പദവികൾ ഇങ്ങനെ സമ്മാനിച്ചു കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് കഴിവൊന്നുമില്ലെങ്കിലും മോദിയുടെ തണലിൽ വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉന്നത ശ്രേണിയിലേക്ക് അമിത്ഷാ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ എത്താൻ സാധിച്ചിട്ടുണ്ട്. 60 വയസ്സായ അമിത്ഷായുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഗഡ്കരിയും അതുപോലെ തന്നെ മറ്റ് മുതിർന്ന പല BJP നേതാക്കളും ഒന്നും കൈവരിക്കാത്ത സൗഭാഗ്യങ്ങൾ അമിത്ഷാക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വരുന്ന ചർച്ചാ വിഷയം അത് അമിത്ഷായുടെ നെറ്റി ചുളിക്കുന്ന ഒന്നാണ്. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ വിശദീകരണത്തിനോ അതല്ലെങ്കിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനോ കാശ്മീരിലെ ജനതയെ സന്ദർശിക്കുന്നതുമായോ ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമായിരുന്നു. നരേന്ദ്രമോദിയുമായിട്ടുള്ള രാജ്നാഥ് സിംഗിന്റെ കൂടിക്കാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അമിത്ഷാക്കാണ് ഉണ്ടായിട്ടുള്ളത്. മന്ത്രിസഭയിൽ രണ്ടാമൻ രാജ്നാഥ് സിംഗ് ആണെന്ന് പറയുമ്പോഴും അമിത്ഷാ പലപ്പോഴും കൂടുതൽ അധികാരം കൈകാര്യം ചെയ്യാറുമുണ്ട്. വാസ്തവത്തിൽ രാജ്നാഥ് സിംഗിനെ വെറും പടമാക്കി വെച്ചുകൊണ്ട് വെറും ഷോക്ക് മാത്രം വെച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അമിത്ഷാ തന്നെയായിരുന്നു. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയത് മുതൽ അമിത്ഷായുടെ അജണ്ടകൾ എഴുതി തയ്യാറാക്കുമ്പോൾ അത് ക്യാബിനറ്റിൽ പോലും പലപ്പോഴും ചർച്ച ചെയ്യാറില്ല എന്നത് വാസ്തവമാണ്. ഏറ്റവും ഒടുവിൽ കാശ്മീരിലെ സുരക്ഷാ വിലയിരുത്തൽ നടത്തുമ്പോൾ അവിടെ കാശ്മീരിലെ മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ളയെ വിളിച്ചു ചേർക്കാതെ യോഗം ഏകപക്ഷീയമായി അമിത്ഷാ നടത്തുകയുണ്ടായി. അതിനു മുമ്പ് തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരുന്നു. പഹൽഗാമിൽ സുരക്ഷാ ഭീഷണിയുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് റിപ്പോർട്ട് അമിത്ഷാ കാര്യമായി ഗൗനിച്ചില്ല എന്നുള്ള പരാതി BJPയുടെ അകത്തുനിന്ന് തന്നെ പലർക്കുമുണ്ട്. അതായത് മന്ത്രിസഭയിൽ അമിത്ഷാക്ക് ഒരുപാട് വീഴ്ചകൾ ഇതിനോടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിരവധിയായിട്ടുള്ള കലാപ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അവിടെ മുതലെടുപ്പ് രാഷ്ട്രീയം നടത്താൻ മാത്രമാണ് അമിത്ഷാ ശ്രമിച്ചതും. അല്ലാതെ അതിനൊരു ശാശ്വതമായ പരിഹാരം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിക്കുന്നില്ല. ഈ രാജ്യത്ത് മുസ്ലിം വിഭാഗക്കാരെ ടാർഗറ്റ് ചെയ്യുക എന്ന് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഇപ്പോഴും BJPയുടെ പ്രസിഡന്റാണ് താൻ എന്നുള്ള രീതിയിൽ തന്നെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന വർഗീയ ധ്രുവീകരണ സിദ്ധാന്തവുമായിട്ടാണ് അമിത്ഷാ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് രാജ്നാഥ് സിംഗിനെ പോലുള്ള ഒരാളുടെ വിശദീകരണമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിനും ആവശ്യമെന്ന് രാഹുൽ ഗാന്ധി പോലും പറഞ്ഞിരിക്കുന്നത്. അമിത്ഷായെ തീരെ വിശ്വാസമില്ല എന്നുള്ളത് രാഹുൽ ഗാന്ധി തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യമാണ്. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടെ ജീവൻ പൊലിഞ്ഞവരിൽ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ തരംതിരിക്കാൻ ശ്രമിക്കുന്ന സങ്കുചിത ചിന്താഗതിയല്ല വേണ്ടത്. അവിടെ ഭീകരാക്രമണം ഉണ്ടായതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും കേന്ദ്ര സർക്കാരിനാണ്. മൻമോഹൻ സിംഗ് സർക്കാർ ആയിരുന്നപ്പോൾ അവരെ കുറ്റം പറയാൻ നരേന്ദ്രമോദി കാണിച്ച ഒരു വീറും വാശിയും അത് ഇവിടെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറയുന്നത് ഈ അക്രമ സംഭവത്തിലെ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായി തന്നെ അമിത്ഷാ വിശദീകരിക്കണം എന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നതാണ് പ്രതിപക്ഷം പറഞ്ഞു വെക്കുന്നത്.